കെ.എസ്.ആർ.ടി.സിയിലെ ഡ്രൈവർമാരുടെ സ്കെയിൽ വിഷയം സംബന്ധിച്ച് വെൽഫെയർ അസോസിയേഷൻ ഹൈക്കോടതിയിൽ കൊടുത്തൊരു കേസും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കെ.എസ്.ആർ.ടി.സി ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സജീവ ചർച്ചാ വിഷയമാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇതാദ്യം ജീവനക്കാർക്ക് വേണ്ടി തന്നെ പറയുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ആലോചിച്ചിട്ട് അത് കൈകാര്യം ചെയ്ത് വേണം ഇതിനെ കാണാൻ. ഏതായാലും ഞാൻ കെ.എസ്.ആർ.ടി.സി എനിക്ക് നൽകിയിട്ടുള്ള ഒരു വിധി പകർപ്പ് അത് വായിക്കാം. അതിന് ഒന്നാമതായിട്ട് കെ.എസ്.ആർ.ടി.സിയിലെ ഡ്രൈവർ വിഭാഗം ജീവനക്കാർക്ക് സ്കെയിൽ അപ്ഗ്രഡേഷൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് വെൽഫെയർ അസോസിയേഷനും മറ്റുള്ളവരും ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത WPC നമ്പർ 384/2022 പ്രകാരമുള്ള വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഉത്തരവാകുന്നു. അപ്പോൾ ഇവിടെ ഈ കെ.എസ്.ആർ.ടി.സിയിൽ നിലവിൽ നിൽക്കുന്ന ഡ്രൈവർമാരുടെ പേരിലുള്ള അംഗീകാരമുണ്ടായിരുന്ന ഡ്രൈവേഴ്സ് യൂണിയനിലെ അംഗങ്ങൾ, അതിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഈ ഗ്രൂപ്പുകളിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യേണ്ടി വരുന്ന ഒരു വർത്തമാനമാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഈ സ്കെയിൽ വർധനവില്ല എന്ന് പറയുകയാണ്. അല്ല, സ്കെയിലിൽ അത് വിഷയമില്ല എന്ന് പറയും. ഇത് പറയുന്ന ആരാണ്? ഇപ്പോൾ ഡ്രൈവേഴ്സ് കൊണ്ട് കാസർഗോഡ് ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ളൊരു വ്യക്തി, എൻ്റെ കൂട്ടുകാരനാണ്, അദ്ദേഹം ഒന്ന് പറയുന്നു. പിന്നെ ഡ്രൈവേഴ്സുകളിൽപ്പെട്ട മറ്റംഗങ്ങളെ ഞാനുമായിട്ട് സംവാദത്തിന് തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം 20-ാം തീയതി കഴിഞ്ഞിട്ട് ഈ 30-ാം തീയതിക്ക് ഇടയ്ക്ക് സംവാദം നടത്താം എന്നാണ് ഞാൻ കരുതുന്നത്. സംവാദം നടത്തുവാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഉത്തരവ് പറയുന്നതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഞാൻ ഉത്തരവ് മുഴുവൻ വായിച്ച് കേൾപ്പിക്കണം, നിങ്ങളെ കാണിക്കണമെന്നുള്ളൊരു ഒരു സന്ദേഹത്തിലാണ്. ഏതൊക്കെയാണ് ഞാൻ ഉത്തരവിൻ്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ കാണിക്കാം. അതിനകത്തൊരു ഭാഗം കെ.എസ്.ആർ.ടി.സിയിൽ പൊതുവെ സേവന വേതന നിർണയം മാനേജ്മെൻറ്റും അംഗീകാരമുള്ള തൊഴിലാളി സംഘടനകളും ചർച്ചയിൽ ഉരുവാകുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് കോർപ്പറേഷൻ പറയുകയാണ് കോടതിയിൽ, ഞങ്ങൾ ഈ പറയുന്ന സ്കെയിൽ വ്യത്യാസത്തിൽ തീരുമാനമെടുക്കുന്നത് കെ.എസ്.ആർ.ടി.സിയിലെ അംഗീകൃത സംഘടനകളും മാനേജ്മെൻറ്റുമായി ശമ്പള പരിഷ്കരണ ചർച്ചയില്ലേ, ആ ചർച്ചയിലെടുക്കുന്ന തീരുമാനത്തിലാണ്. അപ്പോൾ അത് സ്കെയിൽ അപ്ഗ്രഡേഷൻ, അതായത് പരാതിക്കാരുടെ സ്കെയിൽ അപ്ഗ്രഡേഷൻ എന്ന ആവശ്യം സമാനമായ വിഷയങ്ങളും നിരവധി ആവശ്യങ്ങളും നിരവധി തവണ സേവനവേതന കരാറിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യുകയും പരിഗണനാർഹമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു. അതായത് ഡ്രൈവേഴ്സ് കൊണ്ടുണ്ട് ഈ ശമ്പള പരിഷ്കരണ ചർച്ച കഴിഞ്ഞ ശമ്പള പരിഷ്കരണ ചർച്ച നിങ്ങൾ നോക്കിയാൽ മതി, ഡ്രൈവേഴ്സ് കൊണ്ടുണ്ട്. ഇപ്പോൾ ഡ്രൈവേഴ്സ് കൊണ്ട് നേതാക്കന്മാർ പോയി ചർച്ച ചെയ്തിട്ട് എന്ത് പറഞ്ഞു? ഡ്രൈവർക്ക് വേണ്ട കേട്ടോ, ഈ അപ്ഗ്രഡേഷൻ വേണ്ട. അപ്പോൾ കോർപ്പറേഷൻ എന്ത് പറയുന്നു? കോർപ്പറേഷനകത്ത് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഈ അപ്ഗ്രഡേഷൻ കണ്ടക്ടർക്ക് കൊടുത്തു എന്ന് പറയുകയാണ്. ഹർജിക്കാരുടെ ആവശ്യവും ബന്ധപ്പെട്ട രേഖകളും പരിശോധിച്ചതിൽ നിന്നും കണ്ടക്ടർ വിഭാഗം ജീവനക്കാർക്ക് അപ്ഗ്രഡേഷൻ അനുവദിച്ചപ്പോൾ, അനുവദിച്ചപ്പോൾ പ്രവേശന സമയത്ത് കണ്ടക്ടറേക്കാൾ തസ്തികയിൽ ഉയർച്ചയിലുള്ള ഡ്രൈവർ വിഭാഗം ജീവനക്കാർക്ക് തുടർന്ന് ഫസ്റ്റ് ഗ്രേഡ് ആകുമ്പോൾ ഒരേ സ്കെയിലാകുന്നു എന്നത് വസ്തുതാപരമാണെന്ന് ബോധ്യപ്പെടുന്നു. അതായത് വെൽഫെയർ അസോസിയേഷൻ നിങ്ങൾ ഈ നൽകിയ അപ്ഗ്രഡേഷൻ ഞങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് മാനേജ്മെൻറ്റ് ബോധ്യപ്പെട്ടു. ഒരേ സ്കെയിലാകുന്നു എന്നത് വസ്തുതാപരമാണെന്ന് ബോധ്യപ്പെടുന്നു. അത്തരത്തിൽ ഒരേ സ്കെയിലാകുന്നതിനാൽ പരാതിക്കാർക്ക് യാതൊരു വിധത്തിലുള്ള അതായത് അങ്ങനെ ആകുന്നുണ്ട്, പക്ഷേ പരാതിക്കാർക്ക് സാമ്പത്തിക നഷ്ടമൊന്നുമില്ല. കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് സന്തോഷമായി. അത് വായിച്ചപ്പോൾ ഞാനത് കോൾമയിർ കൊണ്ടു. കുഴപ്പമില്ല. പക്ഷേ ഒരേ സ്കെയിലാകുന്നതിൽ യാതൊരു സാമ്പത്തിക നഷ്ടവും കുറവുമില്ല, അത് പരാതിക്കാർക്ക് കുറവില്ല. നിലവിൽ അംഗീകരിക്കപ്പെട്ടുള്ള കരാർ 11 പേ സ്കെയിലുകളിലാണ്. എന്നാൽ ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം അപ്ഗ്രേഡ് ചെയ്താൽ നിലവിലുള്ള സ്കെയിലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതായി വരും. മറ്റ് സ്കെയിലുകളിലും വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും. ഇത്തരത്തിൽ സ്കെയിലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് കോർപ്പറേഷന് വീണ്ടും അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാവും. എൻ്റെ ചോദ്യം ഇതാണ്. ഇവിടെ മാവേലിക്കര ഡിപ്പോയിൽ, എറണാകുളം ഡിപ്പോയിൽ, പിന്നെ ഈ
മറ്റേ അസോസിയേഷൻ എന്ന് പറയുന്ന CITUവിലിരിക്കുന്ന പഴംവിഴുകികളായിട്ടുള്ള ഡ്രൈവർമാർ, പിന്നെ ഈ കോളാമ്പി ചെല്ലം ചുമക്കുന്ന ഡ്രൈവേഴ്സ് യൂണിയൻ നേതാക്കന്മാരുണ്ട്. ഡ്രൈവേഴ്സ് യൂണിയൻ അംഗങ്ങളായിട്ടുള്ള കുറേ ആളുകൾ വെൽഫെയർ അസോസിയേഷൻ്റെ ആളുകളെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ചോദ്യം, ഹർജിക്കാരുടെ ആവശ്യം ബന്ധപ്പെട്ട രേഖകളെന്ന് പരിശോധിച്ചതിൽ കണ്ടക്ടർ വിഭാഗം ജീവനക്കാർക്ക് അപ്ഗ്രഡേഷൻ അനുവദിച്ചപ്പോൾ ഡ്രൈവർക്ക് കൊടുത്തിട്ടില്ല. അത് മാനേജർ സംഭവിച്ചു. അതുകൊണ്ട് ഡ്രൈവർക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടില്ല. അത് ഞാൻ അംഗീകരിച്ചു. പക്ഷേ എനിക്ക് രണ്ടാമത് പറഞ്ഞ് പിടികിട്ടിയില്ല. അത് നിങ്ങളൊന്ന് പറയാം. കാരണം പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്താൽ എന്ത് സംഭവിക്കും? സ്കെയിലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇത്തരത്തിൽ സ്കെയിലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കോർപ്പറേഷന് വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. ഇടയെ സ്കെയിലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ ഈ നഷ്ടം ഡ്രൈവർക്കില്ല എന്ന് കോർപ്പറേഷൻ പറയുകയും ഇത് വർദ്ധിപ്പിച്ചാൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും എന്ന് പറയാൻ എനിക്ക് ഡ്രൈവേഴ്സ് കൊണ്ട് നേതാക്കന്മാർ ഇതിനൊരു മറുപടി പറഞ്ഞു. TDFിൻ്റെ നേതാക്കന്മാർ വിൻസെൻ്റ് പറഞ്ഞാലും മതി കേട്ടോ, MLA അല്ലേ, ഞാൻ അംഗീകരിക്കാം. കാരണം മന്ത്രി ആന്റണി രാജു വന്നിട്ട് അത് പറഞ്ഞത് ഈ സ്കെയിൽ വർധനവ് ഹൈക്കോടതി പറഞ്ഞുണ്ടെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഡ്രൈവറെ മന്ദബുദ്ധികളാക്കി വഞ്ചിതരാക്കി ചതിക്കുന്നത് എന്നുള്ളൊരു നേർക്കാഴ്ചയാണ് ഈ കോർപ്പറേഷൻ എനിക്ക് തന്ന മറുപടി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ പറയുന്നു, സ്കെയിൽ വിഷയത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഡ്രൈവേഴ്സ് യൂണിയൻ നേതാക്കൾ, എനിക്ക് കോതമംഗലത്തുള്ള ഒരു ഡ്രൈവേഴ്സ് യൂണിയൻ ഒരു വ്യക്തി എന്നോട് ഈ മാസം 20-ാം തീയതിക്ക് ശേഷം ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ചയ്ക്ക് തയ്യാറാകുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ വിവരം ലൈവിൽ കാണിക്കുന്നതാണ്. പക്ഷേ ഏതായാലും ഇതുവരെ വന്നിട്ടില്ല. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത. അപ്പോൾ ഡ്രൈവർ വിഭാഗത്തിന് ഈ സ്കെയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ ഉള്ളിലുള്ള പ്രശ്നമാണ്. R ബാലകൃഷ്ണപിള്ള അവറുകൾ മന്ത്രിയായിരുന്നപ്പോഴാണ് ഡ്രൈവർക്ക് സ്റ്റേഷൻ മാസ്റ്ററായിട്ട് പ്രൊമോഷൻ നൽകിയിട്ടുള്ളത് എന്നുള്ളത് സ്നേഹപൂർവ്വം സ്മരിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ മന്ത്രിയായിരിക്കുമ്പോൾ KSRTC ജീവനക്കാർക്ക് തള്ളു മാത്രമേ ഉള്ളൂ, പുട്ട് മാത്രമേ ഉള്ളൂ, കറിയില്ലാതെ പുട്ട് തിന്നേണ്ടി വരുന്ന അവസ്ഥയാണ്. തള്ളുകൾ മാത്രം സ്വീകരിക്കേണ്ടി വരുന്നു, ശമ്പളം പോലും ശരിയായി ലഭിക്കേണ്ടി വരുന്നില്ല എന്നുള്ള വിരോധാഭാസവും ഇവിടെ നൽകുന്നു. അത് മുന്നണിയുടെ വ്യത്യാസമാണോ മന്ത്രിയുടെ വ്യത്യാസമാണോ എന്നൊക്കെയുള്ളത് നമ്മൾക്ക് വരും വഴിയെ ചിന്തിക്കാം. ഏതായാലും സ്കെയിൽ വ്യത്യാസമില്ല എന്ന് പറയുന്ന ആളുകൾ പരസ്യ സംവാദത്തിന് തയ്യാറാകണം. എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ നോക്കിയിട്ട് എന്നെ ബന്ധപ്പെടുക. നമുക്ക് ലൈവായിട്ട് ഇരുന്നുകൊണ്ട് ഈ സ്കെയിൽ വ്യത്യാസമില്ല എന്ന് പറയുന്ന കാര്യത്തിൽ ചർച്ച നടത്താം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നന്ദി. Thank you.